ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് അവരെന്താകും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു? അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു സ്പ്രെഡായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ ഒരുപാടുണ്ട് എന്ന് കാണുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൊണ്ട് സെപ്പറേഷനിലേക്ക് ഫോഴ്സ്ഫുള്ളി പോകേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് കൂടുതൽ പേരും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട്. വളരെയധികം സാമ്പത്തിക ഞെരുക്കത്തിൽ ഇരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. ഇത് രണ്ടുപേരുടെയും എനർജീസ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഒരു ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ട്. അതായത് അത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളത് കൊണ്ട് അവരുടെ സങ്കടം, അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അറിയിക്കാതെ അവർ മാറി നിൽക്കുന്നത് പോലെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ മനസ്സിലാക്കുമോ? നിങ്ങളോട് അവർ പറയാതെ പറയുകയാണ് അവരുടെ സാഹചര്യം എന്ന് വേണം നമുക്കിവിടെ വ്യക്തമാക്കാനായിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ സോളിൽ നിന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത് അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോയത് എന്നുള്ളത് അവർക്ക് നേരിട്ട് നിങ്ങളോട് പറയാനാകുന്നില്ല. അത്രയും അവരെ വിഷമിപ്പിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. ഓക്കെ, പക്ഷേ അങ്ങനൊരു സെപ്പറേഷനിൽ അവർക്ക് പോകേണ്ടി വന്നതുകൊണ്ട് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒട്ടും തന്നെ കുറഞ്ഞു പോയിട്ടുമില്ല എന്നാണ് അവരിപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർക്കറിയാം അവരുടെ കൈകളിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് അത്രയും പ്രഷ്യസ് ആണ്. ഓക്കെ, അവർ ചിലപ്പോൾ അവർ ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉള്ള വ്യക്തിയായിരിക്കാം. എന്നിട്ട് പോലും അവർ നിങ്ങളെ അത്രയും കെയർ ചെയ്യുന്നുണ്ട്, അത്രയും അവർക്ക് ഒരു വാല്യൂ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് മെയിനായിട്ടും നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് മാസ്റ്റർ കാർഡും വ്യക്തമാക്കുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ്, ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ്? ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ്, ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ. യെസ്, അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമാണെന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ആശ്വാസമായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സങ്കടങ്ങളെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ആഴമേറിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം തന്നെ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പലപ്പോഴും
ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ പോലും മനസ്സിലാക്കുന്നൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കെങ്കിലും ആ വ്യക്തിയുടെ വിഷമങ്ങൾ എന്താണ്, അവരുടെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവരായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്രയും ആ വ്യക്തിയെ തൊട്ടറിഞ്ഞൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല. ഓക്കെ, ഇനി ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. യെസ്, ഈ ഒരു സെപ്പറേഷൻ ടൈമിലും അവർ ആഗ്രഹിക്കുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കുള്ളൊരു മാറ്റം തന്നെയാണ്. സോ അവർ ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഓരോ നിമിഷവും കഴിഞ്ഞ് പോകുന്നത് എന്നവർ പറയുകയാണ്. ഒരു ന്യൂ ബിഗിനിങ് അവർ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഡോട്ട് ടു റൊമാൻസ്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തകർച്ച ടെമ്പററി ആയിട്ടുള്ള ഒന്നാണ്. അതിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്, ഒരുപാട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്കറിയാം, അവർ ഇൻറ്റ്യൂഷണലി അവർക്കിപ്പോൾ തിരിച്ചറിയുന്ന ഒരു കാര്യം ഈ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നോർമലാകും എന്നുള്ളതാണ്. ഓക്കെ, അവർ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ അത്രയും വിങ്ങലോട് കൂടിയ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യെസ്, അതായത് അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഡിവൈനായിട്ടുള്ളതാണെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് മുന്നിൽ അവരൊരു മുഖംമൂടി അണിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് പുറത്തു പറയാൻ കഴിയാത്ത അത്രയും അവരൊരു സ്ട്രഗിളിലാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ സാഹചര്യം മേ ബി അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങളവരെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുമോ എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. അത് അവരുടെ ഒരു ലിമിറ്റിംഗ് ബിലീവായിട്ട് നമുക്ക് കാണാം. എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത്. യെസ്, അവർ മുന്നോട്ട് വരാൻ ഓരോ തവണ ശ്രമിക്കുമ്പോഴും അതിശക്തമായിട്ടുള്ള തടസ്സങ്ങൾ അവരുടെ മുന്നിൽ വരുന്നുണ്ട്. അവരുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവരെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം, കുടുംബജീവിതം അവർ ആഗ്രഹിക്കുന്നൊരു വ്യക്തി തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം. സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും പോസിബിൾ ആകുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങളോട് ഇനി ഒന്നിച്ച് ചേർന്നതിന് ശേഷം ആ ഒരു കാര്യം പൂർണ്ണമാക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് ആയിരിക്കാം. എന്തോ ചില കാര്യങ്ങൾ മിസ്സിംഗ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, അതിനേക്കാളും അപ്പുറമുള്ളൊരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ആ ഒരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ മൂവ് ചെയ്തു പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരു മെസ്സേജ് ആയിട്ട് എടുക്കാം, യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജാണ്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണമെന്ന് ഈ വ്യക്തി വളരെയധികം ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ചില കാര്യങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒപ്പോസ് ചെയ്യാൻ കഴിയാത്ത ചില വ്യക്തിബന്ധങ്ങളോ ചില വ്യക്തികളോ ഉണ്ടാവാം. പക്ഷേ അത്തരം കാര്യങ്ങളായിരുന്നു നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അവർ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നീതി നടപ്പാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് അവർ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട്, തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ്. ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണ്? നമ്പർ 44, 32, number 30, number 1, 33, 29, 42, 21, 11, 52, number 6, number 2, number 7, number 16, number 28, 31, 54, 49 and 57. ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട്. ലെറ്റർ W, ലെറ്റർ A,
letter O, letter H, letter L, letter D, letter E, letter G, letter N, letter K, letter B, letter F, letter I, letter P, S, letter R, letter U. ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട്. അക്വേറിയസ്, പൈസസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട്. ജൂലൈ മന്ത്, സെപ്റ്റംബർ, ജനുവരി, മാർച്ച്, ഏപ്രിൽ, ഒക്ടോബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വ്യക്തി ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം. വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം. ക്രാഫ്റ്റ് വർക്കുകൾ ഒരുപാട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ്. ഗോൾഡൻ കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട്. ഈ വ്യക്തിയോ നിങ്ങളോ ഈ ഒരു സമയത്ത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരായിരിക്കാം. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റോം വാർണിംഗ് ഉണ്ട്. അല്ലെങ്കിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ ഫാമിലി മെമ്പേഴ്സോ ഓപ്പോസ് ചെയ്യുന്നതായിട്ടുള്ളൊരു സാഹചര്യം, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യമുണ്ട് ഈ ഒരു സമയത്ത്. കളർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ട്രാവലിംഗ് കാണുന്നുണ്ട്. വാഹനങ്ങളോട് ക്രേസുള്ള വ്യക്തികളായിരിക്കാം. ഇവരൊരു ലോയർ ആയിരിക്കാം. ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരിക്കാം. ലോയർ ആയിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ. കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഈ വ്യക്തി. കലാപരമായിട്ട് ഒരുപാട് കഴിവുകളുള്ളൊരു വ്യക്തിയായിരിക്കാം. പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറും ആയിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ. സഡനായിട്ട് ഒരാളെയോ ഒരു കാര്യത്തെയോ വിശ്വസിക്കുന്ന ക്യാരക്ടർ അല്ല. ഓക്കെ, പൂർണ്ണമായിട്ടുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും ഇല്ലാതെ ഒരു കാര്യവും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.